നമസ്കാരം. ഇതുപോലെ സിഗ്നലുകൾ വരുന്ന സമയത്ത് നാലും കൂടിയ ജംഗ്ഷനുകൾ വരുമ്പോൾ എങ്ങനെയാണ് കൃത്യമായിട്ട് ഒരു വണ്ടി ഓടിക്കണമെന്ന് കൃത്യമായിട്ട് പലർക്കും അറിയത്തില്ല. റൈറ്റിലോട്ട് പോകുന്ന സമയത്ത് എന്തൊക്കെ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഇന്ന് ക്ലാസ് നടക്കുന്നത് ഈ സ്ഥലത്തിന്റെ പേര് പത്തനംതിട്ട. പത്തനംതിട്ടയിലാണ് ക്ലാസ് നടക്കുന്നത്. നിങ്ങൾക്ക് ഇതുപോലെ വാഹനം ഓടിക്കണമെന്ന് അധികം ആഗ്രഹമാണ്. പക്ഷെ തനിയെ വാഹനം ഓടിക്കാൻ പേടി. അങ്ങനെയുള്ളവരാണെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എന്റെ വാട്സപ്പ് നമ്പർ ബന്ധപ്പെടാം. ഇതൊരു വൺ ഡേ ട്രെയിനിങ് ക്ലാസ് ആണ്. ഈ ഒരു ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിക്കുവാനുള്ള ട്രിക്കുകളും ടിപ്സുകളുമാണ് ഞാൻ ഈ ഒരു ക്ലാസ്സിലൂടെ പറഞ്ഞു തരുന്നത്. ഞാൻ ഉറപ്പ് തരുന്നു, ഗ്യാരണ്ടി തരുന്നു. നിങ്ങൾ ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ നിങ്ങൾ തനിയെ വാഹനം ഓടിച്ചിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. പലരും നമ്മളെ മടിപ്പിക്കാറുണ്ട്. ഒന്ന് രണ്ടോ പ്രാക്ടീസിന് പോയാലും പ്രായം കൊണ്ടായിരിക്കും നിർത്തിക്കോ എന്ന് പറഞ്ഞു. ഞാൻ പറയും, നമുക്ക് ഡ്രൈവിംഗിൽ ഒരു പ്രായം ഒരു പ്രശ്നമല്ല. അതുപോലെ തന്നെ ഞാൻ ട്രിക്കുകളും ടിപ്സുകളും ഞാൻ ഈ വീഡിയോയിൽ എന്താ പറയാത്തതെന്ന് ചോദിച്ചാൽ പലർക്കും പല പല മിസ്റ്റേക്കുകളാണ്. ഒരാളുടെ മിസ്റ്റേക്ക് അല്ല വേറൊരാൾക്ക്, അതുപോലെ തന്നെ വേറൊരാളുടെ മിസ്റ്റേക്ക് അല്ല വേറൊരാൾക്ക്. അപ്പൊ അതുകൊണ്ട് ഇതിനകത്ത് ഞാൻ ട്രിക്കും ടിപ്സും പറഞ്ഞു കഴിഞ്ഞാൽ ആ മിസ്റ്റേക്കുകൾ അവരുടെ മാറണമെന്നില്ല. കാരണം കൂടെ കയറിയിരുന്ന് അവരുടെ മിസ്റ്റേക്ക് എന്താണെന്ന് മനസ്സിലാക്കി അവർക്ക് അതേ രീതിയിൽ തന്നെ പറഞ്ഞു കൊടുത്താലേ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യത്തുള്ളൂ, അവരുടെ മിസ്റ്റേക്കുകൾ മാറി അവർ തനിയെ ഇതുപോലെ ലൈവാണ് ഇപ്പോൾ ഇതേപോലെ അവർക്ക് വണ്ടി ഓടിക്കാൻ സാധിക്കുകയുള്ളൂ. അവരുടെ മിസ്റ്റേക്ക് എന്താണെന്ന് മനസ്സിലാക്കി കൊടുത്താൽ അവർ ഓട്ടോമാറ്റിക്കായിട്ട് അത് കണ്ട് ചെയ്തോളും. അല്ലാതെ നമ്മളൊരു മിസ്റ്റേക്ക് ഇന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് അതിന് എന്നിട്ട് അതേ മിസ്റ്റേക്ക് തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ അതേ രീതിയിൽ തന്നെ ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ അവരുടെ മിസ്റ്റേക്ക് അത് മാറണമെന്നില്ല. കാരണം പലർക്കും സംശയങ്ങളാണ്. എനിക്ക് സ്റ്റിയറിംഗിന്റെ ബാലൻസ് കുറവാണ്, അല്ലെ ക്ലച്ച് ചവിട്ടിട്ട് കിട്ടുന്നില്ല, അല്ലെ ഗിയർ മാറാൻ കഴിയുന്നില്ല, ആക്സിഡന്റ് വിടുമ്പോൾ കൂടി പോകുന്നു. നമുക്ക് ആ ഒരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാക്കി നമ്മളെ കൂടെ ഇരുന്ന് മനസ്സിലാക്കി കൊടുത്താൽ അവരുടെ മിസ്റ്റേക്ക് മനസ്സിലാക്കി ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ എന്ത് ചെയ്യാം, നമുക്ക് തിരക്കുകളൊന്നുമില്ല, അതുപോലെ തന്നെ ട്രാഫിക് എന്നില്ല, അതുപോലെ തന്നെ വാഹനങ്ങൾ ലെഫ്റ്റ് സൈഡ് കിടക്കണമെന്നില്ല, കൃത്യമായിട്ട് കയറ്റമൊന്നും ഇറക്കമൊന്നും നിരപ്പൊന്നും ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു വാഹനം ഓടിക്കാൻ സാധിക്കും.